നിങ്ങൾ സ്പ്ലിറ്റ്സ് വില്ല ഫാൻ ആണോ? ദെൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സെമി ഫിനാലെ റൗണ്ട്. വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ്. മിനിമം 50,000 സ്പ്ലിറ്റ് കോയിൻസ് എങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സെമി ഫിനാലെ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷേ ഒരു കപ്പിളിൻ്റെ അടുത്ത് മാത്രം 50,000 ഇല്ല. എനി ഗെസസ്? ഹിമാൻഷു ദീക്ഷ. സെലക്കിൻ്റെ 1.5 ലക്ഷം സ്പ്ലിറ്റ് കോയിൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇൻ കൊടുത്ത മഹാമനസ്കരാണ് ഹിമാൻഷുവും ദീക്ഷയും. 47,000 സ്പ്ലിറ്റ് കോയിൻസ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്തു. എന്നിട്ട് കരൺ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ബായ്ച്ചാര ഫ്രണ്ട്സിനോട് ചോദിക്കാം. ഇമ്മീഡിയറ്റ്ലി സൗരഭിൻ്റെ അടുത്ത് പോയി ചോദിക്കും. നിഹാരിക വാസ് എഗെയിൻസ്റ്റ് ഇറ്റ്. സെമി ഫിനാലിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച്, ഇനി ഫിനാലെ കളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ടീഷൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഹി വാസ് ലൈക്ക് ഓക്കെ, ഐ വിൽ ഗിവ് 20,000. യോഗേഷ് പറയും, ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി കുറച്ചേ ഉള്ളൂ, 4,000 ഞാൻ നിനക്ക് തരാമെന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് ഹിമാൻഷു സദഫിൻ്റെ അടുത്ത് പോയി ചോദിക്കും. ഷി വാസ് ലൈക്ക് ഓൾറെഡി ടെയിന് ചതിച്ചു, കയ്യിൽ ആകെയുള്ള സ്പ്ലിറ്റ് കോയിൻസ് ആണ്, തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും. ഇത് കഴിഞ്ഞ അവസാനം സദഫ് പറയും, ഓക്കെ ഞാൻ 15,000 തരാമെന്ന് പറയും. ഈ സമയത്തും ദീക്ഷ എന്തൊക്കെയോ പറയും. സദഫിന് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. 15,000 തരാമെന്ന് പറഞ്ഞിട്ടും ഞാനത് വെറുതെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ ഓക്കെ ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞാൽ 15,000 ഇങ്ങോട്ട് തിരിച്ചെടുക്കും. അപ്പോൾ ടെയിൻ അവിടെ പറയും ഞാൻ 5,000 വരെ കൊടുക്കാൻ പറയും. ഗുല്ലും കയറിയും പറയും ഒന്നും തരൂ. സദഫ് 15,000 തരാമെന്ന് പറഞ്ഞ സമയത്ത് മിണ്ടാതെ അത് അങ്ങോട്ട് വാങ്ങിയിരുന്നെങ്കിൽ, ഈ ടെയിന് തന്ന പൈസയും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഒരു 2,000 3,000 എങ്ങാനും യോഗേഷിൻ്റെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലും അവന് കിട്ടിയാനെ. ഇതേ കാര്യം തന്നെ സണ്ണിയും കാരണം ദീക്ഷൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആ 3-2-1 ഒക്കെ പറയുന്ന സമയത്ത് ഹിമാൻഷു പറയുന്നുണ്ട് സദഫ് 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 എന്നൊക്കെ കുറേ പറഞ്ഞു വെക്കുന്നുണ്ട്. സദഫ് മൈൻഡ് ആക്കിയില്ല. ഹിമാൻഷുവിനെ പോലുള്ള ഒരു പ്ലെയർ സെമി ഫൈനലിൽ കളിക്കാൻ പോലും പറ്റാതെ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പേ എലിമിനേറ്റ് ആയി പുറത്തായി വീട്ടിൽ പോയി. ഈ ഹിമാൻഷു പുറത്താവണം എന്നുള്ളത് ഞാൻ ഇതിന്റെ മുമ്പിട്ട വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ പുറത്താവും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. അത് അവരുടെ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. ആക്ച്വലി ബിഹൈൻഡ് ദ സീൻസ് ഇൻ്റർവ്യൂവിൽ ദീക്ഷ തന്നെ പറയുന്നുണ്ട്, സെലക്കിന് സേവ് ചെയ്തത് അകാൻഷിൻ്റെ കൂടെ ഗോരേഷ് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ സ്മാർട്ടായിട്ട് കളിച്ചാണെന്ന് പറയുന്നുണ്ട്. അതായിരുന്നു ആക്ച്വലി അവരുടെ ഇൻറ്റൻഷൻ എങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് കർമ്മ. എന്തായാലും സെമി ഫൈനലിൽ കളിക്കാൻ പോലും പറ്റാതെ ഹിമാൻഷുവും ദീക്ഷയും പുറത്തായി. ബൈ.